കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും ഋഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. ഋഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നത് കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കാൻ പോകുന്ന വിഷയം ആദായകരമായ കൂൺ കൃഷിയാണ്. സെമിനാർ നയിക്കുന്നത് ലിൻഡോ സർ, പ്ലാന്റ് പത്തോളജിസ്റ്റ്. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. ആദായകരമായ കൂൺ കൃഷിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുന്നത്തെ ദിവസം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കൂൺ കൃഷിയെ പറ്റി മുൻപും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? മുൻപത്തെ കൂൺ കൃഷിയെ പറ്റിയുള്ള ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം സർ, കേൾക്കാം. മുന്നത്തെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ സെഷനകത്ത് കൂൺ കൃഷിയെ പറ്റി നമ്മൾ കുറച്ചാൾ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ആരംഭിക്കാം. ആദായകരമായ കൂൺ കൃഷിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ സ്ക്രീൻ കാണാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ പൊതുവെ പറയുകയാണ് എങ്കിൽ കൂൺ കൃഷിയെ പറ്റി ഒരു ഏതാണ്ട് 14,000-ഓളം മഷ്റൂം ഇനങ്ങൾ നമുക്ക് പരിചിതമാണ്. അതിനകത്ത് നമുക്ക് ആഹരിക്കാവുന്ന കൂണ് ഇനങ്ങൾ ഏതാണ്ട് 7,000-ഓളം ഇനങ്ങളുണ്ട്. അതിനകത്ത് 2,000-ഓളം ഇനങ്ങൾ മെഡിസിനൽ വാല്യൂസ്, ഔഷധ ഗുണമുള്ളവയാണ്. അതുകൂടാതെ അതിനകത്ത് 200 എണ്ണത്തോളം നമ്മൾ കൃഷി ചെയ്യുന്നവയാണ്. അതിനകത്ത് ഏതാണ്ട് ഇൻഡസ്ട്രിയൽ വ്യാപകമായിട്ട് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന കൂണുകൾ 10 എണ്ണമാണ്. ഇനി മൊത്തം ഇതിന്റെ കണക്കിന് എടുക്കുകയാണെങ്കിൽ 10% അത് പോയിസണസ്, വിഷാംശമുള്ള കൂണുകളാണ്. അപ്പോ അതിനെല്ലാം കൂടെ കൂട്ടി ഒരു പൊതുവെ നോക്കുകയാണെങ്കിൽ മൊത്തം ഏതാണ്ട് 14,000-ഓളം കൂണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ പറമ്പിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് കുറെ കൂണുകൾ കാണാം. അതെല്ലാം നമ്മൾ കഴിക്കാറില്ല, അല്ലെ? അപ്പോ ആദ്യമേ പറയാനുള്ളത്, നമ്മൾ കാണുന്നതായ എല്ലാ കൂണിനങ്ങളും ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾക്ക് ലഭ്യമായ കൂണുകൾ, ഇപ്പൊ നമുക്ക് പാക്കറ്റിലൊക്കെ ലഭ്യമായ കൂണുകളാണ് എങ്കിലും അതിന്റെ ഭക്ഷ്യാവസ്ഥയെ പറ്റി നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷം വേണം അവ ആഹരിക്കാൻ. ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യമേ പൊതുവെ അങ്ങ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് ഏതാണ്ട് 3 ഇനങ്ങളാണ് ഇന്ത്യയിൽ പൊതുവായിട്ട് കൃഷി ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഏതാണ്ട് 200-ഓളം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതാണ്ട് 3 ഇനങ്ങളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിനകത്ത്. ഒന്ന് ബട്ടൺ മഷ്റൂം, രണ്ടാമത്തത് ഓയിസ്റ്റർ മഷ്റൂം, മൂന്നാമത്തത് പാഡി സ്ട്രോ മഷ്റൂം. അപ്പൊ ഈ ബട്ടൺ മഷ്റൂം നമ്മൾ പൊതുവെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഓയിസ്റ്റർ മഷ്റൂമിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടാതെ പാഡി സ്ട്രോ മഷ്റൂമിനെ പറ്റി കൃഷി ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലൊക്കെ ഒത്തിരി പാഡി സ്ട്രോ മഷ്റൂം കൃഷി ചെയ്യുന്നുണ്ട്. ഇത്രയും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ 6 ഇനം മഷ്റൂമുകളാണ്, കൂണുകളാണ്. ഓയിസ്ട്രസിനകത്ത് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഏതാണ്ട് 200-ഓളം വർഷം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ 3 ഇനമാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ ഓയിസ്റ്റർ മഷ്റൂമിനകത്ത് തന്നെ ഉള്ളതായ ഇനങ്ങളാണ് ഈ 6. അതിനകത്ത് നിറത്തിന്റെ ബേസിലാണ് താഴത്തെ 3 എണ്ണം. അതിനകത്ത് എല്ലാം വൈറ്റ് ആണ്. പിന്നെ ഒരു യെല്ലോയും പിങ്കും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് കൂടാതെ നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ പ്ലിയറോട്രസ് ഫ്ലോറിഡ എന്ന് പറയുന്ന വെറൈറ്റി ആയിരിക്കും നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം കൃഷി ചെയ്യുന്ന വാണിജ്യപരമായിട്ട് തന്നെ കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ് മനസ്സിലാക്കുക. മുൻപോട്ട് പോകുമ്പോൾ കേരളത്തിലേക്ക് കൃഷി ചാര നിറത്തിലുള്ള സജർ കാജു ഉണ്ട്. അതുപോലെ ഫ്ലോറിഡ, ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള വൈറ്റ് ആയിട്ടുള്ള ഫ്ലോറിഡ ഉണ്ട്. പിന്നെ പിങ്ക് ആയിട്ടുള്ളതായ ചാമർ എന്ന് പറയുന്നതായ ഇനവും കൃഷി ചെയ്യുന്നത്. ഇത് 3ഉം ഭക്ഷ്യയോഗ്യമാണ്. ഇത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന 3 ഓയിസ്റ്റർ ഇനങ്ങളിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഈ പറഞ്ഞത്. ഇനി പോഷക ഗുണങ്ങൾ, കൂണിനകത്ത് കൂണ് പോഷക മൂല്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ജലാംശം 89% ജലാംശമാണ്. അന്നജം 5.5 മാംസ്യവും ഉണ്ട്. അതുപോലെ 1% നാര് അടങ്ങിയിട്ടുണ്ട്. ലവണങ്ങളുടെ
സാന്നിധ്യവുമുണ്ട്, വൈറ്റമിനുകളും ഉണ്ട്. അതുപോലെ ഒരു ഊർജ്ജം നോക്കുകയാണെങ്കിൽ 33.9 കിലോ കാലറീസ് ഊർജ്ജമാണ് ചിപ്പിക്കൂണിന്റെ പോഷകഘടകങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ അത് കൂടാതെ ല്യൂസീൻ, അതുപോലെ വലൈൻ പോലെയുള്ള അമിനോ ആസിഡ്സ്, അമ്ലാംശങ്ങൾ അധികമായിട്ട് അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് അമ്ലാംശങ്ങൾ എല്ലാ ഭക്ഷണങ്ങളിലും ലഭ്യമല്ല. അതുപോലെ കൂടിനകത്ത് നിന്ന് അമ്ലാംശങ്ങൾ ധാരാളമായി ലഭ്യമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, പുറമെ വൈറ്റമിനുകളുടെ സാന്നിധ്യവും അനേകം നമുക്ക് കാണാൻ സാധിക്കും. വൈറ്റമിൻ സി, അതുപോലെ റൈബോഫ്ലോവിനും ഫോളിക് ആസിഡും ഒക്കെ അതുപോലെ അടങ്ങിയിട്ടുള്ള വൈറ്റമിനുകളുടെ ഒരു വലിയ നിരയും കൂണിനുകളിൽ ലഭ്യമാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ കൃഷി രീതിയിലേക്ക് വരികയാണ്. ചിപ്പിക്കൂണുകളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ചിപ്പിക്കൂണിന്റെ സവിശേഷതകൾ? നമുക്കറിയാം, പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. നമുക്ക് വേറെ ഒത്തിരി കെമിക്കൽസ് അല്ലെങ്കിൽ ഒരു ബാഹ്യ രാസ കെമിക്കൽസിന്റെ ആവശ്യമില്ലാതെ നമുക്ക് ലഭ്യമായ ജൈവാംശം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് കൃഷി ചെയ്യാവുന്നതായ ഒരു കൂണിന്റെ ഇനമാണ് ചിപ്പിക്കൂണുകൾ. അതുപോലെ ബാക്കിയുള്ള വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളുടെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോഷക ഗുണവും ഔഷധ ഗുണവും ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയാവുന്ന ഒരു സമീകൃതമായ ഒരു ഇനമാണ് ചിപ്പിക്കൂണ്. അതുപോലെ കൂണുകൾ ഞാൻ ആദ്യം പറഞ്ഞു, കുറെ കൂണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ള കൂണുകളിലേക്കൊക്കെ ഏറ്റവും അധികം വിളവ് നൽകുന്ന കൂണം ചിപ്പിക്കൂണാണ്. ഇനി കേരളത്തിലെ ഒരു കാലാവസ്ഥയെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മഴയുള്ള അവസരങ്ങൾ ഉണ്ടാകാം. കൂടുതൽ സമയവും ഇപ്പൊ കുറച്ച് ചൂട് കൂടുന്നുണ്ടെങ്കിലും പൊതുവെ നമ്മുടെ കൂടുതൽ സമയം മഴയും ഒരു താഴ്ന്ന കാലാവസ്ഥയുള്ളതായ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്യാവുന്നതായ രീതിയാണ് ലളിതമായ കൃഷി രീതിയാണ്. ഒത്തിരി ആയാസകരമായ കൃഷി രീതികളൊന്നും ഇതിനകത്തില്ല. സ്ത്രീകൾക്കും അതുപോലെ കുറച്ച് പ്രായമായവർക്ക് കൃഷി ചെയ്യാവുന്നതായ ഒരു കൃഷി വിഭവമാണ് കൂണ്. ഇനി ജൈവ മാലിന്യങ്ങൾ നമുക്കറിയാം, വൈക്കോല് കന്നുകാലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും വൈക്കോല് പൊതുവെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ അത് കൂട്ടിയിട്ട് കത്തിക്കുന്ന രീതിയാണ്. അപ്പോൾ ഒരു നാഷണൽ വേസ്റ്റ് ആയിട്ട് നമുക്ക് വൈക്കോലിനെ ഗണിക്കുന്ന ഒരു രീതിയും അടുത്തിടയ്ക്ക് കണ്ടുവരുന്നുണ്ട്. പഞ്ചാബിലൊക്കെ നമ്മൾ ഇത് കത്തിക്കുന്നു. അതോടുകൂടെ തന്നെ അതിന്റെ പുക ഡൽഹിയിലേക്കൊക്കെ വന്ന് ഭയങ്കരമായ എയർ പൊല്യൂഷന്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ അടുത്തിടയ്ക്ക് ന്യൂസിലൊക്കെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ജൈവ മാലിന്യത്തിന്റെ ഒരു സംസ്കരണ രീതിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. കൂൺ കൃഷി ചെയ്തതിന് ശേഷം ലഭിക്കുന്നതായ ആ വൈക്കോലിന്റെ അംശങ്ങൾ നമുക്ക് വളവും കമ്പോസ്റ്റിനകത്തൊക്കെ ഇടുകയാണെങ്കിൽ അത് മറ്റൊരു സാധ്യത കൂടിയാണ്. അപ്പൊ ഒരു ജൈവ മാലിന്യ സംസ്കരണവും അതോടൊപ്പം തന്നെ കൂണിൽ നിന്ന് ലഭിക്കുന്നതായ അതിനകത്ത് വീണ്ടും വരുന്നതായ മാലിന്യങ്ങളെ നമുക്ക് കമ്പോസ്റ്റ് വഴി നമുക്ക് കൃത്യമായ വള പ്രയോഗ രീതികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതായ രീതിയിലേക്ക് നമുക്ക് ക്രമീകരിക്കാവുന്നതും ആണ്. അടുത്തത് ചിപ്പിക്കൂൺ കൃഷിയുടെ ഘട്ടങ്ങൾ. നമുക്കറിയാം, ചിപ്പിക്കൂൺ കൃഷി നമ്മൾ ബാക്കിയുള്ള ഏത് കൂൺ കൃഷി ആയാലും സാധാരണ നമ്മൾ പാടത്ത് ചെയ്യുന്ന കൃഷികളെ പോലെ പെട്ടെന്ന് നടുക അല്ലെങ്കിൽ അതിട്ട് വിളവെടുക്കുക എന്ന രീതിയല്ല ചിപ്പിക്കൂൺ. ഒരു സെക്ഷൻസ് ഓഫ് ചില രീതികളുണ്ട്. അതിനകത്ത് പ്രധാനമായും ഒരു ടിഷ്യൂ കൾച്ചറാണ്. കർഷകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചറിന്റെ ഭാഗം അത്ര പ്രാധാന്യം ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ടിഷ്യൂ കൾച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത്? വിത്തുൽപാദനമുണ്ട്, കൃഷി രീതികളുണ്ട്, അതിന്റെ വിളവെടുപ്പിനുണ്ട്, പിന്നെ സംസ്കരണം, അതും വിപണനവും ഒരേപോലെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഏതൊരു കൃഷിക്ക് ഇറങ്ങുമ്പോഴും അതിന്റെ വിപണന സാധ്യത ആദ്യം പഠിക്കണം എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് സ്റ്റഡി നടത്താതെ നമ്മളൊരു കൃഷിയും ആരംഭിക്കരുത്. വീട്ടാവശ്യത്തിന് നമ്മളുടെ സെൽഫ് കൺസപ്ഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ല വിപണനത്തിനാണ് എങ്കിൽ അതിന്റെ വിപണന സാധ്യതകളെ പറ്റി പഠിക്കാതെയും അറിയാതെയും കൃഷി ചെയ്യാനായിട്ട് മുതിരെഴുതുക എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. കൂൺ കൃഷിയെ പറ്റി പറയുകയാണ് എങ്കിൽ കൂൺ നമുക്ക് ഉടനെ തന്നെ 100 ബെൽഡങ്ങ് തുടങ്ങാം എന്നാരും ചിന്തിക്കരുത്. ആദ്യമേ നമുക്ക് ഇതെങ്ങനെ വിറ്റഴിക്കാം എന്ന് നമ്മൾ ആദ്യം പഠിക്കുക, ഇതിന്റെ വിപണന സാധ്യതകളെ പറ്റി മനസ്സിലാക്കുക. മറ്റ് പച്ചക്കറികളോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൃഷി രീതികളൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് വേണം നിൽക്കാം. ഇപ്പോൾ റബ്ബറൊക്കെയാണ് നമ്മൾ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ട് വിറ്റില്ലെങ്കിൽ അവിടെ ഇരുന്നോളൂ. കുരുമുളക് ആണെങ്കിൽ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ 2 ദിവസത്തിനകം തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇതിന്റെ വേസ്റ്റ് ആയി പോകും. അപ്പോ അതിന്റെ സംസ്കരണത്തെ പറ്റിയും വിപണന സാധ്യതകളെ പറ്റിയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം മാത്രം കൃഷി ചെയ്യുവാനായിട്ട് നമ്മൾ മുതിരേണ്ടതാണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ
നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂൺശാല വളരെ ആവശ്യമാണ്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂൺ ഷെഡ് എന്നോ അല്ലെങ്കിൽ കൂൺശാലയെന്നോ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് അത് കൃത്യമായിട്ട് ഒരു അവശ്യ ഘടകമാണ് കൂൺശാല. അപ്പൊ അതിന് എങ്ങനെയാ വേണം ഈ കൂൺശാല നിർമ്മിക്കാൻ? നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിലമൊരുക്കുമല്ലോ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആ നിലമൊരുക്കല് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മളുടെ കൂൺശാല നിർമ്മാണവും അതുപോലെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അധികം വെയിലേൽക്കാത്തതായ സ്ഥലത്ത് വേണം കൃഷി ചെയ്യുവാൻ എന്ന് ഞങ്ങൾക്കറിയാം. കാരണം കൂൺ കൃഷി ചെയ്യുമ്പോൾ കഠിനമായ വെയിലും ഒക്കെ അത് നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അധികം വെയിലേൽക്കാത്ത സ്ഥലത്ത് വേണം കൃഷി ചെയ്യുവാനായിട്ട്. പിന്നെ തെക്ക് വടക്കായിട്ട് കൂൺശാല നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ, അത് വേറെ അതിന് വാസ്തുവോ അങ്ങനെയൊക്കെ ചോദിക്കും ചെയ്തത്. അതെന്താ വാസ്തുവാണെന്നൊക്കെ ചോദിക്കും. അല്ല, സൂര്യപ്രകാശത്തിന്റെ കിഴക്ക് പടിഞ്ഞാറാണ് എങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സൺലൈറ്റ് നമ്മളുടെ എൻട്രൻസിലേക്ക് വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തെക്ക് വടക്കെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പൊക്കം ഒരു 12 അടിയിൽ കുറയാതെ, കാരണം ഇതിന്റെ ചൂട് വായുവും ആ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 12 അടിയെങ്കിലും പൊക്കം വേണം. വിട്ടുകല്ലും മണ്ണിഷ്ടയും കൊണ്ട് നമുക്ക് ഭിത്തി നിർമ്മിക്കാം. അതുപോലെ മേൽക്കൂര നമ്മൾ ആസ്പെറ്റോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ക്രമീകരിക്കാം. ഇനി കടുത്ത വേനലൊക്കെയാണ് ആസ്പെറ്റോസോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചൂടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആസ്പെറ്റോസിന്റെ മുകളിലെടുത്താണെന്നോ അല്ലെങ്കിൽ ഓലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ആ ചൂടിനെ കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കാം. അത് കൂടാതെ പാഷൻ ഫ്രൂട്ട് ഒക്കെ നമ്മൾ കയറ്റി വിടുകയാണ് എങ്കിൽ നമുക്ക് അതും ഒരു നല്ലൊരു നിയന്ത്രണ മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. തറയെ പറ്റി പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ആവശ്യമാണ്. ഭിത്തിയില് ജനാലകള് കൊടുക്കണം. ജനാലകൾക്ക് നെറ്റിന്റെ ആവശ്യമുണ്ട്. കാരണം കീടങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 മുറികളെങ്കിലും വേണം. ഒന്ന് സ്പോൺ വളർച്ചാ മുറി, ഒന്ന് വിളവെടുപ്പ് മുറി. സ്പോൺ വളർച്ചാ മുറി, സ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത്, കൂൺ വിത്തിനെ പറയുന്ന പേരാണ് സ്പോൺ. അപ്പോ ഈ സ്പോൺ വളർച്ചാ മുറിയില് ഇരുട്ട് പൂർണ്ണമായിട്ടും വേണം. അതിനകത്ത് 22 ഡിഗ്രിയിൽ കൂടാതെയുള്ള ചൂട് വേണം. വായുസഞ്ചാരം ആവശ്യമുണ്ട്. എന്നാൽ വിളവെടുപ്പ് മുറിയിൽ ഭാഗികമായ വെളിച്ചം, ഫുൾ വെളിച്ചമല്ല, ഒരു പാർഷ്യൽ ലൈറ്റും അതിനകത്തും 22 ഡിഗ്രി തന്നെയാണ്. അത് കൂടാതെ വായുസഞ്ചാരവും വളരെ ആവശ്യമാണ്. ഇനി ചിപ്പിക്കൂൺ കൃഷി ചെയ്യുന്ന വിധത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3 പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. 1 കൂൺവിത്ത്, 2 വൈക്കോല്, 3 ബാഗ്. ഇത് നമുക്കറിയാവുന്ന പ്രധാനമായിട്ട് 3 കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. കൂൺവിത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, സ്പോൺ എന്നാണെന്ന് പറഞ്ഞു. വൈക്കോല് അരിഞ്ഞതും അരിയാത്തതും 2 രീതിയും ചെയ്യുന്നുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈക്കോല് ഈ ചോപ്ഡ് സ്ട്രോ എന്ന് പറയും, അരിഞ്ഞ വൈക്കോല് നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ അതെടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ വട്ടം കെട്ടിയ വൈക്കോല, അരിയാത്ത വൈക്കോല ആയതുകൊണ്ട് നമ്മൾ അതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏത് ആയാലും കുഴപ്പമില്ല. അരിയാത്തതാണ് അല്പം കൂടെ നല്ലതെന്നാണ് പറയുന്നത്. 2 നമുക്ക് ഉപയോഗിക്കാമാണ്. പിന്നെ 100 ഗേജ് കനമുള്ളതായ വൃത്തിയുള്ള പോളിത്തീൻ കവർ. ഇത് 3മാണ് കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം. കൂൺ വിത്ത് നിർമ്മാണം കർഷകരെ സംബന്ധിച്ച് അത്ര പ്രാധാന്യമില്ല. നമ്മൾ വിത്ത് മേടിക്കുക ചെയ്യുന്നത് ഭൂരിഭാഗം പേര്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാക്കറ്റിലാണ്, അങ്ങനെയുള്ള പാക്കറ്റിലാണ് നമുക്ക് കൂൺ വിത്ത് കിട്ടുക. റൈറ്റ് സൈഡിലെ പടം നോക്കുകയാണെങ്കിൽ നല്ല വെളുത്ത നിറത്തിലുള്ളതായ ഒരു മൈസീലിയം. നമുക്കറിയാം കൂണ് എന്ന് പറഞ്ഞൊരു ഫംഗസ് ആണ് അല്ലെ, ഒരു പൂപ്പൽ കുടുംബത്തിൽ പെടുന്നതാണ് നമ്മളുടെ കഴിക്കുന്നതായ കൂണുകളൊക്കെ. അപ്പൊ ഈ കൂണിന്റെ വംശവർധന, പ്രത്യുൽപാദനം അതിന്റെ സ്പോർസ് വഴിയാണ്. അപ്പം നമുക്ക് ഈ മൈസീലി, അതിന്റെ ധാതുക്കളെ നമുക്ക് വംശവർധന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയിലോ ഗോതമ്പിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇതിനകത്ത് കാണുന്നത് ഒരു ഗോതമ്പിലുള്ളതായ വിത്തുകളാണ് ഈ പടത്തിനകത്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഗോതമ്പ് ഒരു പ്രത്യേക രീതിയിൽ പുഴുങ്ങിയ ശേഷം അതിനകത്തേക്ക് ഈ കൂണിന്റെ മൈസീലി ഇപ്പൊ നമ്മൾ സന്നിവേശിപ്പിച്ച് അതാണ് വിൽപ്പന നടത്തുന്നത്. കൂൺ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ചീരയുടെ വിത്ത് വാങ്ങുന്നത് പോലെ അതിന്റെ വിത്തല്ല. അതിനകത്ത് പറ്റിയിരിക്കുന്നതായ ആ വെളുത്ത ധാതുക്കളാണ് കൂൺ പ്രത്യുൽപാദനം ചെയ്യാൻ വേണ്ടി കാരണമാകുന്നത്. ഒരിക്കൽ കൂടെ പറയാം, കൂണ് ഒരു ഫംഗസ്, ഒരു കുമിളാണ്. കുമിള് പ്രത്യുൽപാദനം ചെയ്യുന്ന സ്പോർട്സ് വഴിയാണ്. നമ്മൾ വംശവർധന ചെയ്യാൻ വേണ്ടി കൂൺ വിത്ത് നമ്മൾ എടുക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ നെല്ലിലേക്കോ ഒക്കെ അതൊരു പ്രത്യേക രീതിയിൽ ചൂടാക്കി അത് പുഴുങ്ങിയ ശേഷം അതിനകത്തുള്ള രോഗ സാന്നിധ്യമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ
ആ വിത്തിലേക്ക്, ആ ഒരു ഗോതമ്പിലേക്കോ അല്ലെങ്കിൽ നെല്ലിലേക്കോ ഒക്കെ കൂണിന്റെ ധാതുക്കൾ നമ്മൾ സന്നിവേശിപ്പിക്കുകയും ആ സന്നിവേശിപ്പിച്ചവ വംശവർദ്ധനം നടത്തിയാണ് അത് വിൽപ്പനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ ഇത് വൃത്തിയുള്ളതായ ഒരു കൂണാണ്. ഒരു കൂൺ, നല്ല ആരോഗ്യമുള്ളതായ ഒരു കൂൺ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനകത്ത് നിന്നും നല്ല ഒരു കഷ്ണം നോക്കി നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് മീഡിയ വേണം. പൊട്ടറ്റോ ഡെക്സ്ട്രോസ് ആക്കാനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു മീഡിയം നമ്മൾ ഉണ്ടാക്കി അത് ഈ ആഴ്ചയിൽ കാണുന്ന ഒരു വൈറ്റ് പ്ലേറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച ശേഷം നമ്മൾ ആ ഒരു കൂണിന്റെ ഒരു അംശത്തെ നമ്മൾ ആ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആ കൂണ് ആ പ്ലേറ്റിനകത്ത് അതിന്റെ ധാതുക്കൾ വളരുന്നു. അങ്ങനെ വളരുന്ന ധാതുക്കളെ നമ്മൾ ഒരു പ്രത്യേക ടെമ്പറേച്ചർ വെച്ച് നമ്മൾ സൂക്ഷിക്കുന്നു. അതിന് നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ട്യൂബിലെ സ്ലാൻഡിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചതുപോലെയുള്ളതായ ഇതുപോലെ സ്ലാൻഡിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഇപ്പൊ കൃത്യമായ കൾച്ചർ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ വൃത്തിയുള്ള ഒരു കൂണിനെ എടുത്ത് അത് ഇതുപോലെ മീഡിയ ഒഴിച്ച് നമ്മൾ കൾച്ചർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗോതമ്പാണ്. ഗോതമ്പ് നമ്മൾ പുഴുങ്ങി അതിനകത്ത് വൃത്തിയായിട്ട് നമ്മൾ ഒരു പാക്കറ്റിനകത്തേക്ക് പാക്ക് ചെയ്ത് അതിനെ ഓട്ടോക്ലേവ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന മെഷീന്റെ പേര് ഓട്ടോക്ലേവ് എന്നാണ്. അതിനകത്തേക്ക് അത് നശീകരണം ചെയ്യാൻ വേണ്ടിയുള്ള ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൂട്ടി നശീകരണം ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ മാറ്റുന്നു. അത് കഴിഞ്ഞ് അണുനശീകരണം കഴിഞ്ഞ ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചതായ കൂണിന്റെ സന്നിവേശിപ്പിക്കപ്പെട്ട ധാതുക്കൾ നമ്മൾ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രത്യേക ടെമ്പറേച്ചർ നമ്മൾ സൂക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂൺവിത്ത് ലഭ്യമാവുന്നു. ഇങ്ങനെയാണ് കൂൺവിത്ത് നമ്മൾ നിർമ്മിക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യം കൂൺവിത്ത് നിർമ്മാണത്തിന് ഇല്ല. നിങ്ങൾ എല്ലാവരും കൂൺവിത്ത് മേടിക്കുന്നവരായതുകൊണ്ട് നമ്മൾ കൂൺവിത്ത് മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ അല്പം സയൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ തോന്നിയേക്കാം. എന്നാലും ഇനി വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ പ്രോസസ്സ് നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് കൂൺവിത്ത് നമ്മൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും കൃത്യമായ ഒരു കൂൺവിത്ത് കണ്ടെന്ന് നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾക്ക് കിട്ടുന്നതായ കൂൺവിത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വെളുത്ത നിറത്തിലുള്ളതായ ധാതുക്കൾ മാത്രമേ കാണാൻ പാടുള്ളൂ. അതിനകത്ത് വൃത്തിയുള്ള വിത്താണ് എങ്കിൽ അതിനകത്ത് ചില വിത്തിനകത്ത് പച്ച പുള്ളികൾ നമുക്ക് കാണാം. അങ്ങനെയുള്ള വിത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട്, കറുത്ത നിറത്തിലുള്ള കുത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസം ഒക്കെ തോന്നുന്നതാണ് നമ്മളത് ഉപയോഗിക്കരുത്. നമുക്ക് കിട്ടിയതായ കൂൺവിത്തുകളെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം മാത്രം കൃഷി ചെയ്യാൻ ആരംഭിക്കുക. അതിനകത്ത് വേറെ നിറവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. കൃത്യമായ ആരോഗ്യമുള്ള വിത്താണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ആ ഗോതമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ആ വിത്ത് മുഴുവനും പടർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോ നമ്മളുടെ വിത്തുണ്ട്. ഇനി വൈക്കോൽ എങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടത്? രണ്ട് വിധത്തിൽ നമുക്ക് പാകപ്പെടുത്താം. അതിനകത്ത് ഏറ്റവും പ്രചാരമുള്ളതും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതും ഈ ഫസ്റ്റ് മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ വൈക്കോൽ കൃത്യമായിട്ട് 7 മുതൽ 24 മണിക്കൂർ വരെ ഉള്ള സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അങ്ങനെ കുതിർന്നതായ വൈക്കോല് 45 മിനിറ്റോളം ആവിയിൽ പുഴുങ്ങുക. അങ്ങനെ പുഴുങ്ങിയതായ വൈക്കോല് നന്നായിട്ട് ഒരു ചാരുള്ളതായ ഒരു ഷീറ്റിനകത്തോ എന്തെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം ആ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക. എങ്ങനെയാണ് ഇത് പാകമായെന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈക്കോലെടുത്ത് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് ഇറ്റ് വീഴുന്നുണ്ട് എങ്കിൽ അത് പാകമായിട്ടില്ല. വെള്ളം താഴേക്ക് ഇറ്റ് വീഴാത്ത രീതിയിൽ എന്നാൽ നമ്മൾ കയ്യിൽ നനവും വരണം. അതാണ് അതിന്റെ പാകം. ഇതിലൂടെ പറഞ്ഞു തരാം. നമ്മൾ ഇതുപോലെ ചെയ്തതായ വൈക്കോൽ നമുക്ക് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തുനിന്ന് പിഴിഞ്ഞ് നോക്കുക. ഇങ്ങനെ പിഴിഞ്ഞ് നോക്കുമ്പോൾ താഴേക്ക് വെള്ളം വരുന്നുണ്ട് എങ്കിൽ വെള്ളം വീണ്ടും വാർന്നു പോകാനുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഉണക്കി കൈ വെച്ച് നമ്മുടെ കയ്യിൽ വെള്ളം ആകുന്നില്ല എങ്കിൽ അത് ഇനിയും അല്പം കൂടെ അതിന്റെ നനവ് ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ പിഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം താഴേക്ക് വീഴാനും പാടില്ല. നമ്മൾ കയ്യിൽ ആവശ്യത്തിന് നനവ് വരികയും ചെയ്യണം എന്നൊരു പാകത്തിലാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. അതാണ് അതിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാകം. ഇനി രണ്ടാമത്തെ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ രാസലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അണുവിനെ വിമുക്തമാക്കുന്ന കാർബൻഡാസിം എന്ന് പറഞ്ഞൊരു കുമിൾനാശിനി. ആ കുമിൾനാശിനി 8 ഗ്രാം കാർബൻഡാസിം, ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം എന്നിവ 100 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കുക. അതിനുശേഷം 24 മണിക്കൂർ വരെ ഈ വെള്ളത്തിനകത്ത് മുക്കിയിടാൻ നമുക്ക് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അതാണ് നശീകരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമുക്ക് പുഴുങ്ങാനോ ഒന്നും പ്രയാസമില്ല എന്ന രീതി. ഇപ്പൊ നമ്മൾക്ക് പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ പുഴുങ്ങി എടുക്കാനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതി നമുക്ക് അനുശാസ്യമാണെന്ന്
അപ്പൊ നമുക്ക് നമ്മളിൽ വിത്തുണ്ട്, നമ്മൾ കൃത്യമായ നമ്മളുടെ കൈവശം അതിന്റെ വൈക്കോലുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിത് പാക്ക് ചെയ്യണം അല്ലെ? അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. പോളിത്തീൻ ബാഗ്, ഞാൻ ആദ്യം പറഞ്ഞു 100 kg കട്ടിയുള്ളതായ പോളിത്തീൻ ബാഗിന്റെ അടിവശം നമ്മൾ റബ്ബറിട്ട് കെട്ടണം. അതിനുശേഷം അത് മറയ്ക്കുക. എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ അടിവശം ഒരു റൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിവശം റബ്ബറിട്ട് കെട്ടിയ ശേഷം ഇത് മറച്ചിട്ട് അതിനകത്തേക്ക് നിറയ്ക്കുകയാണ് എങ്കിൽ ആ അടിവശം വൃത്തിയായിട്ട് റൗണ്ട് ആയിട്ട് വരും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെള്ളം പുറത്തത് വൈക്കോല് 2 ഇഞ്ച് കനത്തില് വൃത്തിയായിട്ട് വട്ടത്തില് നമ്മൾ കെട്ടിയ ശേഷം അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം 25 ഗ്രാം കൂൺവിത്ത് ഒരു ലെയർ ആയിട്ട് ഇടുക. അതിനുശേഷം വീണ്ടും 2 ഇഞ്ച് കനത്തിൽ വൈക്കോല് വെക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും 25 ഗ്രാം വിത്ത് ഇടുക. അങ്ങനെ ഓരോ കുറച്ച് ലെയർ ആയിട്ട് നമ്മുടെ കവറിന്റെ വലുപ്പത്തിനനുസരിച്ച് ഈ 2 ഇഞ്ച് കനവും 25 ഗ്രാം വിത്തും അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും നോക്കാം. അതിന് പറയുന്നത് ലെയർ സ്പോണിംഗ് എന്നാണ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ സ്പോണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്. അതല്ലാതെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ മിക്സിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ആദ്യമേ നമ്മൾ വൈക്കോലും ഈ കൂൺവിത്തും കൂടെ പുറത്തിട്ട് മിക്സ് ചെയ്യും, വെറുതെ ബാഗിനകത്ത് ബാഗ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പലപ്പിന് ഇൻസിറ്റു പ്രത്യേകമായ രീതിയിൽ റെസ്പോൺസിബിൾ അത് നിങ്ങൾക്ക് അത്ര പ്രാധാന്യം. നിങ്ങൾ ഈ ലെയറിംഗ് മെത്തേഡിനെ പറ്റി കൂടുതൽ പഠിച്ചാൽ മതി. പ്രധാനമായിട്ടും ഈ ലെയർ ആയിട്ട് ഒരു ലെയർ 2 ഇഞ്ച് കനത്തിൽ വൈക്കോലും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 25 ഗ്രാമോളം കൂൺവിത്തും ഇട്ട ശേഷം ഇത് ലെയർ ആയിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായിട്ട് ആ സ്പോണിങ് നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഓരോ തവണ ലെയർ ചെയ്ത ശേഷവും ഓരോ തവണ ലെയറിങ് കഴിഞ്ഞ ശേഷവും നമ്മൾ കൈകൊണ്ട് വൃത്തിയായിട്ട് ആ വൈക്കോൽ വെച്ച ഭാഗം അമർത്തിയ ശേഷം വേണം നമുക്ക് അത് കെട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വൃത്തി ഉള്ള നമ്മുടെ കൈയൊക്കെ വൃത്തിയായിരിക്കണം. ആദ്യമേ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ആ ഓരോ തവണ ആ ഒരു സ്പോൺ ഇട്ട ശേഷം നമ്മൾ വൈക്കോലിടുന്നു. അതിനുശേഷം വൃത്തിയായിട്ട് നമുക്കത് പ്രസ് ചെയ്തത് അമർത്തി വെച്ച ശേഷം വേണം നമുക്ക് അത് വീണ്ടും അവസാനം റബ്ബറിട്ട് നമുക്ക് കെട്ടുവാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് അത് ബാഗ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? കൂൺ തടങ്ങൾ നമുക്ക് ഉറി പോലെ നമുക്ക് താഴേക്ക് കെട്ടി തൂക്കിയിടാനായിട്ടൊരു സാധ്യതയുണ്ട്. അതൊരു രീതിയാണ്. അല്ലാതെ ഇനിയിപ്പോ ഷെൽഫുകൾ ഉണ്ട് എങ്കിൽ അണുവിമുക്തമൊക്കെ ഷെൽഫുകളിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇത് ഈ ചിത്രം കാണുന്ന ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ തീസിസ് MSc സമയത്ത് ഞങ്ങൾ ചെറിയ ബാഗ് ഉണ്ടാക്കും. നമുക്ക് റിസർച്ച് ആവശ്യങ്ങൾക്ക് അല്പം മതിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെറിയ ബാഗുകൾ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ബാഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണ്ടി ഉണ്ടാക്കിയതായ ഒരു ബാഗാണ് ഈ പടത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ സ്പോൺ സൂക്ഷിക്കേണ്ടത് ഒരു 30 ഡിഗ്രിയിൽ കൂടാത്തതായ ചൂട് ഉള്ള ഒരു മുറിയില് പൂർണ്ണമായിട്ടും ഇരുട്ട് ഉണ്ടായിരിക്കണം, എന്നാൽ വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു മുറിയിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു 20 ദിവസം കൊണ്ട് നമ്മുടെ ഈ വൈക്കോലിന്റെ ആ ഒരു പുറം ഭാഗം മുഴുവനും ഈ മൈസീലിയം അത് നിറയും. കൂണിന്റെ തന്തുക്കള് ആരോഗ്യകരമായിട്ടുള്ള വിത്താണ് എങ്കിൽ, നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണ് എങ്കിൽ ഇത് 15-20 ദിവസം കൊണ്ട് ഈ വൈക്കോലിന്റെ ഭാഗം മുഴുവനും ഈ കൂണിന്റെ വിത്ത് കൊണ്ട് നിറയും. ആ വിത്തിന്റെ ധാതുക്കള് ആ മൈസീലിയം അത് മുഴുവനും പടർന്നു പിടിച്ച് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ എല്ലായിടത്തും ബ്ലേഡ് കൊണ്ട് ഈ ക്രോസ് ആക്കി പ്ലസ് പോലെ നമ്മൾ എല്ലാ വശത്തും ഒരു 3-4 ദ്വാരം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് പതുക്കെ ഒരു 15 ദിവസം നമ്മളുടെ മുഴുവനും അതിനകത്ത് മൈസീലിയം നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അല്പം അടുത്ത മുറിയിലേക്ക് ഇതിനെ മാറ്റാം. ഭാഗികമായ വെളിച്ചമുള്ളതായ മുറിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി വെക്കണം. അതിനുശേഷം ഇപ്പം ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ മുള വന്നു, അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് നമുക്ക് മുട്ടിടാൻ സാധിക്കും. അതിനുശേഷം മുട്ടിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം അത് പറിക്കാനുള്ള പാകമാവുകയും ചെയ്യുന്നു. നമുക്കറിയാം ഫസ്റ്റ് ഹാർവസ്റ്റിനകത്ത് 400 ഗ്രാമോളം നമുക്ക് കൂൺ ലഭിക്കാം. അതിന് കഴിഞ്ഞ് ഒരു കുല നമുക്ക് മുഴുവനായിട്ട് വേണം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറിച്ചെടുത്ത് ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും അപ്പുറം വീണ്ടും നമുക്ക് റോസറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെയൊക്കെ ഓപ്പൺ ആയി കൊടുക്കുന്നു അവിടെ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ മുളകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ. പിന്നെ 15 ദിവസം ഏതാണ്ട് ഫസ്റ്റ് ഹാർവസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ രണ്ടാമതും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിലര് മൂന്നാമത്തെ ഭാഗമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ കവർ മാറ്റാം. കവർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതിനകത്ത് കവർ നീക്കം ചെയ്ത ശേഷമുള്ള ചിത്രമാണ്. കവർ മാറ്റിയാലും ആ കൂണിന്റെ തന്തുക്കൾ ഇരിക്കുന്നത് കൊണ്ട് അത് പിടിച്ച് പരമാവധി അതിനെ തിരിഞ്ഞോളും. അപ്പൊ അങ്ങനെ വിളവെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ 3
3 4 വിളവെടുപ്പ് വരെ നമുക്ക് ലഭ്യമാണ്. എങ്ങനെ പോയാലും 1 കിലോയിൽ കുറയാത്ത നമുക്ക് വൃത്തിയായിട്ടുള്ള ബെഡുകളാണ് എങ്കിൽ 1 കിലോയിൽ കുറയാത്തതായ കൂൺ ഒരു ബെഡിൽ നമുക്ക് ലഭിക്കാൻ ഉള്ളതായ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചിപ്പിക്കൂണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ളതായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നല്ല കട്ടിയുള്ള വൈക്കോല് വേണം ഉപയോഗിക്കാൻ. പുതിയ വൈക്കോൽ ഉപയോഗിക്കരുത്. നേരെ പാടത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നതായ വൈക്കോൽ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം, പുതിയ വൈക്കോലിനകത്ത് പാടത്തുള്ളതായ അണുക്കളും അതുപോലെയുള്ളതായ ഇൻസെക്ട് കീടങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാൻ അധികമാണ്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. പിന്നെ 50% ഈർപ്പം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 50% നോക്കണ്ട. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ കയ്യിൽ നനവുണ്ടാവണം, എന്നാൽ വെള്ളം ഇറ്റ് വീഴാനും പാടില്ല. ആ ഒരു പാകം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടത് ക്രമീകരിക്കാൻ സാധിക്കും. പിന്നെ വിത്ത് കാലാവധി കഴിഞ്ഞതായ വിത്ത് ഉപയോഗിക്കരുത്. നിറവ്യത്യാസം വന്ന വിത്തും അങ്ങനെയുള്ള വിത്തുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉൽപാദനം വർദ്ധിപ്പിക്കാം. വായു സഞ്ചാരം വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഒരു എക്സോസ്റ്റ് ഫാൻ ഒക്കെ പിടിപ്പിച്ച് കൊടുക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് വായു സഞ്ചാരം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ആ ഫസ്റ്റ് പടം നോക്കി, അതിനകത്ത് കൂണുകളൊക്കെ പുറത്തേക്ക് വന്നു, പക്ഷെ വിരിഞ്ഞു വരുന്നില്ല. അതൊക്കെ മുകളിലേക്ക് കൂമ്പി നിൽക്കും. അതിന് കാരണം വായുസഞ്ചാരം ഇല്ലാത്തത് കൊണ്ടാണ്. വായുസഞ്ചാരം ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൂണുകൾ ഒരു മാൽഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു മൊട്ട് വന്ന ശേഷം പിറ്റേ ദിവസം, ഇന്ന് മൊട്ട് വരികയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് അത് വിളവെടുക്ക് വരും. ഈ താഴത്തെ രണ്ടാമത്തെ ചിത്രം നിങ്ങളെ നോക്കുകയാണെങ്കിൽ ഇത് വിളവെടുപ്പിന് സമയം കഴിഞ്ഞിട്ട് വിളവെടുക്കാതിരുന്നതായ കൂണുകളാണ്. അത് ഉള്ളിലേക്ക് വളഞ്ഞ് അത് ഡീഫോംഡ് ആയി പോകും. അപ്പൊ കൃത്യമായിട്ട് വായുസഞ്ചാരവും വിളവെടുപ്പിന്റെ സമയവും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി വിളവ് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ശത്രുക്കൾ? കീടങ്ങളെ പോയ എലിയും അതുപോലെ ഉറുമ്പും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. രോഗങ്ങളായ ട്രൈക്കോഡർമയും ആസ്പെർജില്ലസും പോലുള്ളതായ രോഗങ്ങളും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കാണുന്നത് പച്ച മുട്ട ട്രൈക്കോഡർമ എന്ന് പറയും. നമുക്ക് ട്രൈക്കോഡർമ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ലേ? നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രൈക്കോഡർമ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. ആ ട്രൈക്കോഡർമയുടെ വേറൊരു സ്പീഷീസ് നമ്മുടെ കൂൺതടങ്ങളിൽ വരികയാണ്. ഇതുപോലെ പച്ച നിറത്തിൽ വരും. ഇത് പതുക്കെ നമ്മളുടെ മൈസീല്, ആ വെളുപ്പ നിറത്തിൽ കാണുന്നത് നമ്മുടെ കൂണിന്റെ ധാതുക്കളാണ്. ആ പച്ച നിറത്തിൽ കാണുന്നത് ഇതിനകത്ത് വന്ന ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ രോഗം, നമ്മൾ ഗ്രീൻ മോൾഡ് എന്നൊക്കെ പറയും. ആ മോൾഡാണ് കാണുന്നത്. ഈ പച്ച നിറത്തിലെ മോൾഡ് അത് വളരുകയും നമ്മുടെ കൂന്തടത്തെ മുഴുവനും നശിപ്പിക്കുവാൻ സാധ്യതയും ഉള്ളതായത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാവുകയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നതായ കൂൺ തടങ്ങളെ, കൂൺ ബെഡുകളെ, കൂൺ ബാഗുകളെ നമ്മൾ എത്രയും വേഗം പുറത്തേക്ക്, നമ്മളുടെ മുറിക്ക് കൂൺ ഷെഡിന്റെ പുറത്തേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ പേരാണ് ഗ്രീൻ മോൾഡ്. ഇത് ഉണ്ടാക്കുമ്പോൾ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ഇത് ബ്ലാക്ക് മോൾഡ് ആണ്. കുറച്ചുകൂടെ കടും നിറത്തിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ കാണുന്നതായ പോർഷൻസ്, ഈ ഭാഗത്ത് കാണുന്നതായ പോർഷൻസ് അത് ബ്ലാക്ക് മോൾഡ് ആണ്. താഴെ കാണുന്നതിനും അതിന്റെ മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ്. ഇത് ഉണ്ടാക്കുന്ന ആസ്പെർജില്ലസ് ആണ്. കീടബാധകളെ പറ്റിയാണ്. കീടബാധ തടയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, ന്യൂവാൻ എന്ന് പറയുന്ന കീടനാശിനി ഒരു മില്ലി ലിറ്ററിനകത്ത് കലക്കി നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നതിന് മുൻപ് തളിക്കണം. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്യൂമിഗേഷൻ നടത്താനുള്ളതായ പൊട്ടാഷ്യം പെർമാംഗനേറ്റും നമുക്ക് ഫ്യൂമിഗേഷൻ നമുക്ക് നടത്തുകയാണ് എങ്കിൽ നമുക്ക് അതൊരു നല്ല മാർഗമാണ്. പിന്നെ സന്ദർശകരെ ഒഴിവാക്കുക. നമ്മൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ കുറെ പേരൊക്കെ കാണാൻ വരും. കാരണം കൗതുകമാണ് പൊതുവെ ഈ കൂൺ കൃഷി എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ളതായ സന്ദർശകരെ ഇതിനകത്തേക്കുള്ളതായ എൻട്രി ഒഴിവാക്കുകയാണെങ്കിൽ കീടബാധ തടയാനുള്ള ഒരു മാർഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ജനാലകളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് നെറ്റ് ഉപയോഗിച്ച് മറയ്ക്കുകയാണെങ്കിൽ കീടങ്ങൾ വരാനുള്ള സാധ്യത കുറയും. നനവ്, നമ്മൾ അതിന് നനച്ചു കൊടുക്കേണ്ടത് അതിനകത്ത് നമ്മളുടെ നനവിന്റെ ജലാംശം കുറയുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കാനുള്ളതായ വെള്ളം സ്പ്രേ ചെയ്യാനുള്ളതായ ക്രമീകരണം ചെയ്യുകയാണെങ്കിൽ കീടങ്ങൾ തടയും. പിന്നെ കൂണുകൾ രാവിലെയും വൈകുന്നേരവും വിളവെടുക്കാൻ ശ്രദ്ധിക്കുക. കൂൺ വിളവെടുക്കാതെ നിൽക്കുകയാണെങ്കിൽ അവിടെയും കീടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അധികമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ കീടങ്ങൾ തടയാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് രോഗങ്ങൾ നിയന്ത്രിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ മൂപ്പെത്തിയതും രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുമായ വിത്തുകൾ മാത്രം കൃഷിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പൊടിഞ്ഞതും പഴകിയതുമായ വൈക്കോല് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. ഈർപ്പം, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈർപ്പം ആവശ്യത്തിന് മാത്രം നിലനിർത്താൻ ശ്രദ്ധിക്കുക. നിറമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ
എന്തെങ്കിലും ഗ്രീൻ മോൾഡോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഒക്കെ കാണുകയാണെങ്കിൽ അവ എത്രയും വേഗം ഇൻഫെക്ഷൻ കാണുന്നതായ ബെഡുകളെ അല്ലെങ്കിൽ ബാഗുകളെ നമുക്ക് എത്രയും വേഗം കൂൺ ഷെഡിന് പുറത്തേക്ക്, കാരണം ഇത് പടരാനുള്ള സാധ്യത അധികമായതുകൊണ്ട് ഇത് പുറത്തേക്ക് നമുക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കൂൺ പാകം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കൂൺ ചെയ്ത് വിളവ് കിട്ടിയത് ഇത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വീണ്ടും ഒത്തിരി ദിവസങ്ങൾ ഇതിന് ലൈഫില്ല. അഴുകാൻ ആരംഭിക്കുന്നതായ കൂണുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. മഞ്ഞൾ ചേർന്ന വെള്ളത്തിൽ 10 മിനിറ്റ് മുക്കി വെക്കുകയാണ് എങ്കിൽ അതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കീടങ്ങളോ അല്ലെങ്കിൽ രോഗസാന്നിധ്യമോ, നമ്മൾ ആദ്യം കണ്ട ട്രൈക്കോഡർമയെ പോലുള്ളതായ എന്തെങ്കിലും കുമിളുകൾ, മറ്റു കുമിളുകൾ ഇരിപ്പുണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ ഇടയാകുന്നു. എണ്ണ അധികം ഉപയോഗിക്കാതെ, ആന്റി ഓക്സിഡൻസ് ഒക്കെ ആയതുകൊണ്ട് അധികം എണ്ണ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. നമുക്ക് പറമ്പിലൊക്കെ നടക്കുമ്പോൾ കാണുന്ന എല്ലാ കൂണുകളും എടുത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ചില കൂണുകൾ മദ്യമായിട്ട് ആൽക്കഹോളിക് കണ്ടന്റ് അതിന്റെ ഒപ്പം വരുമ്പോൾ അത് ആന്റി ഓക്സിഡന്റ് റിയാക്ട് ചെയ്യുകയും അത് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യമാണ് അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്.